Hi friends, once again welcome back to H-Tutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG7-ലാണ് ഞാൻ നിങ്ങളിവിടെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ബ്ലോക്ക് 1 കംപ്ലീറ്റ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സിൽ നിന്നും എടുത്തിട്ടുള്ള ആ നോട്ട്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതിൽ കൂടെ നിങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ബ്ലോക്ക് 1 പഠിച്ച് തീരുന്നതായിരിക്കും. ആൻഡ് ഐ അഷ്വർ യു ദാറ്റ്. അപ്പോൾ ആകെ 8 ബ്ലോക്കേ ഉള്ളൂ. ഇന്ന് തന്നെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പോയിന്റ്സ് ബൈ പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 44 ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 1-ൽ ഉണ്ടെങ്കിലും നമ്മൾ അത്രയൊന്നും പഠിക്കുന്നില്ല. ഇപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ കൂടെ തന്നെ നമുക്ക് ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. യൂണിറ്റ് 2-ൽ നമുക്ക് ആകെ 3 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഇതിൽ കാണിച്ചിരിക്കുന്നത് വലിയൊരു സംഖ്യ ആയിരിക്കാം, പക്ഷേ എങ്കിൽ 3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1 നമ്മുടെ തീരും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാമി വിവേകാനന്ദ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ആ നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ റെഫർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കയ്യിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, സ്വാമി വിവേകാനന്ദ, ശ്രീ ഔരോബിണ്ടോ, ശിവ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 2-ൽ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാമി വിവേകാനന്ദ. 1893. എന്താണ് 1893യുടെ പ്രത്യേകത? സ്വാമി വിവേകാനന്ദ അഡ്രസ്സിംഗ് ടു ദ പാർലമെന്റ് ഓഫ് റിലീജിയൻസ്. ഓക്കെ, അഡ്രസ്സസ് ടു ദ പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഇൻ 1893. അപ്പോൾ 1893ലാണ് അദ്ദേഹം പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹോൾഡ് സിഗ്നിഫിക്കൻറ്റ് റെലവൻസ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഇന്നും അതിൻ്റെ ഒരു പ്രസക്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് മെസ്സേജാണ് അദ്ദേഹം നൽകിയത്? യൂണിറ്റി ആൻഡ് ഇൻ്റർ കണക്റ്റഡ്നെസ്. നമ്മളെല്ലാ പല റിലീജിയൻസിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും പല പല റിലീജിയനുകളിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് സ്വാമി വിവേകാനന്ദ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള റിലീജിയൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ക്രിട്ടിക് ഓഫ് ഡോഗ്മ, ഫാനാറ്റിസിസം. ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തമാണ്. അതുപോലെ ക്രിട്ടിക് ഓഫ് ഡോഗ്മ, ഫാനാറ്റിസിസം എന്ന് പറഞ്ഞാൽ മതഭ്രാന്ത്. ഓക്കെ, പിന്നെ അതൊക്കെയാണ് അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ഫെയ്ത്ത്, സൂപ്പർസ്റ്റിഷ്യൻസ്, പിന്നെ അൺക്വസ്റ്റ്യനിങ് ഒബീഡിയൻസ്, ഇതൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത് the importance of social action with the spirituality. He believed that spirituality and social action are intimately connected. എന്ന് വെച്ചാൽ രണ്ടും നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മളുടെ ആക്ഷനിൽ അത് പ്രാവർത്തികമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സെൽഫ് എംപവർമെൻറ്റ്. സ്വാമിജി എംഫസൈസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എംപവർമെൻറ്റ് ആൻഡ് സെൽഫ് റിലയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, നമ്മൾ സെൽഫ് എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. നമുക്ക് കുറച്ചൊക്കെ കറേജ് വേണം, റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം. എന്നാൽ മാത്രമേ ഈ സെൽഫ് എംപവർമെൻറ്റിൽ കൂടെ മാത്രമേ നമുക്ക് പവർഫുൾ ആകാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഗ്ലോബൽ സ്പിരിച്വൽ അവേക്കനിങ്. ഹിസ് മെസ്സേജ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് ആൻഡ് ഹിസ് കോൾ ഫോർ ഗ്ലോബൽ സ്പിരിച്വൽ അവേക്കനിങ് റിമെയിൻ ആസ് റെലവൻറ്റ് ആൻഡ് ഏർജൻറ്റ് ടുഡേ ആസ് ദേ വെർ ഓവർ എ സെഞ്ചുറി എഗോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ശ്രീ ഔരോബിൻഡോ. Sanatana Dharma in its purest conception refers to the eternal and universal principles that govern the universe and human existence. According to Sri Aurobindo, Sanatana Dharma is not just a religious or philosophical tradition, but a way of life that encompasses the entire human experience. എന്താ ഇവിടെ പറയണതെന്ന് അറിയോ? സനാതന ധർമ്മ എന്ന് പറയുന്ന ഒരു തിയറിയോട് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിനോട് ശ്രീ ഔരോബിണ്ടോ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ട്രഡീഷൻ, അതൊന്നും തന്നെയല്ല. ഇതൊക്കെ ഒരു ജീവിത രീതിയാണ്. നമ്മളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസിനാണ് ഇതിൽ കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത്.
ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഇറ്റേണൽ സ്പിരിറ്റിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം, സ്പിരിച്വാലിറ്റിക്കാണ് ഇവിടെ കൂടുതലായിട്ടും പ്രസക്തി നൽകുന്നത് ഈ ഒരു സനാതന ധർമ്മയിൽ. അപ്പോൾ അത് ശ്രീ ഔരോബിന്ദോയാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു എന്താ പറയുക, ഇറ്റേണൽ സ്പിരിറ്റ് ബിയോണ്ട് ടൈം, സ്പേസ് ആൻഡ് കോസാലിറ്റി. ഇതൊക്കെ നമ്മുടെ സമയത്തിനേയും കണ്ട് അല്ലെങ്കിൽ ഒരു സ്പേസ്, കോസ്, ഇതൊന്നും കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിനേക്കാളൊക്കെ അപ്പുറത്ത് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഈ ഒരു സനാതന ധർമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നോട്ട് ലിമിറ്റഡ് ടു സെക്ട്, ക്രീഡ് ഓർ ഡോഗ്മ. ഇതൊരു സെക്റ്റിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലോ ഒരു ഡോഗ്മയിലോ ഒന്നും തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഈ ഒരു സനാതന ധർമ്മയ്ക്ക് ഇല്ല. പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് റിയലൈസേഷൻ. സനാതന ധർമ്മയുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് റെഫർ ചെയ്യണം കേട്ടോ. അത് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ സെൽഫ് എംഫസിസ്, ഇതൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ധർമ്മ. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട അതേ പോയിന്റ് തന്നെയാണ്. നമുക്ക് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ മാത്രം ബേസ് ചെയ്തിട്ട് കാര്യമില്ല, ധർമ്മയും കൂടി ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തിയും കൂടി ആവശ്യമാണ്. നമ്മൾ സോഷ്യൽ ആക്ഷന് വേണ്ടി തയ്യാറാകണം. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ധർമ്മയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഫിക്സ് ആയിട്ടൊരു കാര്യമല്ല. നമുക്ക് നമ്മളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് നൽകുന്ന ഒരു ടൈം ബൗണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇതിന്. നമുക്ക് ഏതിനെ കുറിച്ച് പറയണേ, സനാതന ധർമ്മയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് മൈൻഡിൽ നിന്നും പോകരുത്. ശ്രീ ഔരോബിന്ദോയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ സനാതന ധർമ്മയ്ക്കാണ് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ ഒരു മൂന്നാമത്തെ യൂണിറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ശ്രീ ഔരോബിന്ദോയെ കുറിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഹിന്ദുയിസത്തിൻ്റെയും സയൻസിൻ്റെയും ഡിഫറൻസസ്. അത് നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും. ഹിന്ദുയിസംസ് ഇങ്ങനെ നിങ്ങൾ ബോക്സ് ഇട്ട് എഴുതാനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പഠിച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഹിന്ദുയിസം എന്ന് പറയുന്നത് എന്താണ്, സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ ഒരു modern science is rooted in the fundamental principles of Hindu philosophy എന്നാണ് അദ്ദേഹം പറഞ്ഞത്. According to Swamiji, Hindu's perspective on the universe and human existence is based on a profound understanding of the nature of reality, which is not necessarily contradicted by scientific discoveries. എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ഡിസ്കവറീസും ഹിന്ദുയിസും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നേച്ചർ ഓഫ് റിയാലിറ്റി, നേച്ചറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുയിസത്തിൽ കാണുന്നത്. അതേസമയം സയൻസിൽ എങ്ങനെയാണ്, സയൻറ്റിഫിക് ഡിസ്കവറീസാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. എല്ലാത്തിനും എന്ത് വേണം, തിയറീസ് ലൈക്ക് അവർക്ക് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, റീസണിങ്, ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അതുപോലെ സയൻസിൽ അവർ വിശ്വസിക്കുന്നത് മൾട്ടിവേഴ്സ് ഹൈപ്പോത്തിസിസ്, അതുപോലെ ബിഗ് ബാങ് തിയറി, ഈ തിയറികളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതേസമയം ഹിന്ദുയിസത്തിൽ ഇങ്ങനത്തെ വിശ്വാസമൊക്കെയാണോ ഉള്ളത്? അല്ല. നമുക്ക് എന്താണുള്ള കൺസെപ്റ്റ് ഓഫ് മായ എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. വിശ്വസിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് മായയിലാണ്. അതുപോലെ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, മോർ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ. അതുപോലെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രാഹ്മൺ ആണ് എന്നാണ് ഹിന്ദുയിസത്തിലുള്ള ഒരു വിശ്വാസം. 6th 7th ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 6th ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വാട്ട് ഡസ് ദ ബ്രോൺസ് ഇമേജ് ഓഫ് ദ ഡാൻസ് ശിവ സിംപലൈസ്? ആൻഡ് 7th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ലെജൻഡ് ബിഹൈൻഡ് ദ ഡാൻസ് ഓഫ് ശിവ. കണ്ടു, രണ്ടും ശിവ എന്നുള്ള ശിവയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, തരംഗം ഫോറസ്റ്റിൽ വെച്ചിട്ട് ശിവയും അതുപോലെ തന്നെ അവിടെ കുറച്ച് ഋഷീസ്, ഗ്രൂപ്പ് ഓഫ് ഋഷീസ് പെർഫോമിങ് എ റിച്വൽ സാക്രിഫൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഋഷീസ് അല്ലെങ്കിൽ കുറച്ച് സേജസ്, സന്യാസികൾ ഒരു റിച്വൽ സാക്രിഫൈസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു? ശിവ ഉണ്ടായിരുന്നു. പക്ഷേ ശിവയെ എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്യണം എന്നായിരുന്നു ഈ സേജസ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ശിവ ആരായി മാറുകയാണ്? നടരാജയായിട്ട് മാറുകയാണ്. നടരാജ എന്നതിൻ്റെ അർത്ഥം ലോർഡ് ഓഫ് ഡാൻസ് എന്നാണ്. നോട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ലോർഡ് ഓഫ് ഡാൻസ് ആണ് നമ്മുടെ നോട്ടിലുണ്ട്. അപ്പോൾ ലോർഡ് ഓഫ് ഡാൻസ് ആയിട്ട് നടരാജയായിട്ട് ശിവ മാറുകയാണ്. അദ്ദേഹം പിന്നെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡാൻസിൽ കൂടെ ഈ സേജസിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി ഇവിടെ കോസ്മിക് ഡാൻസ് എന്ന് പറയുന്നത്, കോസ്മിക് ഡാൻസ് റെപ്രസെൻറ്റ്സ് ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, സൈക്കിൾസ് ഓഫ് ഫ്ലെയിംസ്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻ പവർ ഓഫ് ദ ഡിവൈൻ. ഓക്കെ, അതുപോലെ ശിവാസ് 4 ആംസ് ഉണ്ട്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 വേദാസ് ആണ്. റേസ്ഡ് ഫുട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ലിബറേഷൻ ഓഫ് ദ സോൾ ആണ്. അതുപോലെ അക്കോർഡിംഗ് ടു കുമാരസ്വാമി 5 ആക്ടിവിറ്റീസ് ഓഫ് ശിവയാണ് നൽകിയിരിക്കുന്നത്. The 5 activities of Shiva, which are creation, preservation, destruction, wailing and release. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത്. മൊത്തം 6 യൂണിറ്റ്സുകളാണ് ഉള്ളത്. നമുക്ക് യൂണിറ്റ് 2 പഠിക്കാം. യൂണിറ്റ് 3-ൽ നമുക്ക് 17 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റഡി ഓൺ ദ ടോപ്പിക് മഹാത്മാഗാന്ധി. ഇദ്ദേഹം ലൈഫിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് വാല്യൂ ആണ് ട്രൂത്തും അതുപോലെ തന്നെ നോൺ വയലൻസും. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സത്യാഗ്രഹ എന്ന ഒരു ഫിലോസഫിയിലാണ്. ഓക്കെ, Gandhiji's humanity and compassion were evident in his concern for the welfare of all people, regardless of their background or circumstances. He worked tirelessly to promote social justice, equality, and his efforts were guided by a deep sense of empathy and understanding. Gandhiji's commitment to humanity was reflected in his simple and humble lifestyle, which was marked by self-discipline and a willingness to serve others. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി, ഹ്യൂമാനിറ്റി ആൻഡ് കമ്പാഷൻ, മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ, അതുപോലെ കമ്പാഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നൽകിയിരിക്കുന്ന ഒരു വലിയ ഒരു അംഗീകാരമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ള ഒരു അംഗീകാരം തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ദ നേഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ, അദ്ദേഹം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയാണ് മെയിനായിട്ടും നോൺ വയലൻസ് എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ വാല്യൂ വെച്ചിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തതും ധാരാളം സ്ട്രഗിൾ ചെയ്തതും. ഇന്ത്യയുടെ ഹെറിറ്റേജിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ ഒരു രീതികളിലോട്ട് ഒട്ടും തന്നെ ചായ്വ് കാണിക്കാതെ അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടി ആ വഴിക്ക് പോകാതെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വാല്യൂസിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഹെറിറ്റേജിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ട്രൂ ഇന്ത്യൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയും സെൽഫ് സഫിഷ്യൻസിനെയും കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് സ്റ്റൈലാവട്ടെ, അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ലൈഫ് തന്നെ ആ സിംപ്ലിസിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1893 പ്രത്യേകത, 21 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന വഴിക്ക് പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ഇറക്കി വിടുകയാണ്. ഒരു ഇന്ത്യൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഇറക്കി വിടുകയാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് സത്യാഗ്രഹ എന്നുള്ള ആ ഒരു ഫിലോസഫി അവിടെയാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മൈൻഡിൽ ഉദിച്ചത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ് മാർച്ച് ഓഫ് 1913. അതുപോലെ അദ്ദേഹം 1904 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഫോണിക് സെറ്റിൽമെൻറ്റ് നിയർ ദർബാനിൽ. അതുപോലെ നാഥാൻ ഇന്ത്യൻ കോൺഗ്രസ് 1894 ഗാന്ധിജി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു സ്വരാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഹിന്ദു സ്വരാജ് ബാക്കിയുള്ള ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ ഹിന്ദു സ്വരാജ് പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഹിന്ദു സ്വരാജ് 1909 ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിലെഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹിന്ദു സ്വരാജിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതെന്തായാലും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹിന്ദു സ്വരാജിൽ അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യൂസ്, അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. എന്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയത്, ഹോം റൂളിനെ കുറിച്ചിട്ടായിരുന്നു എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റേൺ മോഡേണിറ്റിയെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹിന്ദു സ്വരാജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലാണ് അത് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതെന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, റീഡറിനും അതുപോലെ തന്നെ എഡിറ്ററിനും തമ്മിലൊരു ഇൻറ്റിമസി ഉണ്ടാകാനായിട്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1910
എന്താ പറയുക ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് കാരണം? അദ്ദേഹം എന്താ പറയുക വെസ്റ്റേൺ മോഡേണിറ്റിക്ക് എതിരെയായിട്ടാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻസ് കൂടുതലായിട്ടും ബ്രിട്ടീഷേഴ്സിനെതിരെ തിരിയാതിരിക്കാനായിട്ടാണ് അവരത് ബാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 1938 വരെ അത് ബാൻ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നെയും ആ ഒരു പുസ്തകം മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഇത് ബാൻ ചെയ്തു എങ്കിൽ പോലും ഇത് വളരെയധികം പ്രചാരണത്തിലായി. ഒത്തിരി പേര് ഇത് വായിക്കാനായിട്ട് സാധിച്ച ഒരു പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അത് 1905 അത് ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അത് അവർ സാധിക്കുകയും ചെയ്തു. ബംഗാളിനെ രണ്ടായിട്ട് അവർ മാറ്റി എന്നുവെച്ചാൽ പാർട്ടീഷൻ ചെയ്തു. പക്ഷേ എങ്കിൽ അത് മുഖേന അവർ വിചാരിച്ചത് ഇന്ത്യൻസ് രണ്ടായി തെറ്റിപ്പിരിയുമെന്നായിരുന്നു. പക്ഷെ അത് മുഖേന മറ്റൊരു കാര്യമാണ് സംഭവിച്ചത്. ഒരു പോസിറ്റീവ് സൈഡാണ് നമുക്ക് സംഭവിച്ചത്. എന്നുവെച്ചാൽ ഇന്ത്യൻസിന് ഒന്നും കൂടെ ബ്രിട്ടീഷേഴ്സിനെ നേരെ തിരിയാനും അതുപോലെ തന്നെ ഗ്രോയിങ് നാഷണലിസ്റ്റ് മൊമെൻറ്റ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇൻഡിപെൻഡൻസിന് ശരിക്കും പറഞ്ഞാൽ സഹായകമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത്, ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 17 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും തന്നെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ 17 ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, യൂണിറ്റ് 4 നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. എല്ലാം തന്നെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഈ ഒരു പേജിൽ തന്നെ പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഓട്ടോബയോഗ്രഫി ഓഫ് ജവഹർലാൽ നെഹ്റു. Jawaharlal Nehru's autobiography is a thought-provoking work that showcases his ability to reflect on his life and experiences with remarkable സെൽഫ്-സ്ക്രൂട്ടിനി ആൻഡ് സെൽഫ് ക്രിറ്റിസിസം. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്സസ് ഇതിനെയൊക്കെ അദ്ദേഹം എക്സാമിൻ ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഹാരോ ആൻഡ് കാംബ്രിഡ്ജിൽ അദ്ദേഹം ചാപ്റ്റർ 4 കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ്, അവിടുത്തെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകളിലത്തെ എക്സ്പീരിയൻസുകളാണ് ആ ചാപ്റ്റർ 4 ഹാരോ ആൻഡ് കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ചാപ്റ്റർ 4 അദ്ദേഹം നൽകിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസും മിസ്റ്റേക്സുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു സെൻറ്റൻസാണ് നോട്ട് വൺ ഓഫ് ദം. അത് അദ്ദേഹത്തിൻ്റെ സെൽഫ് സ്ക്രൂട്ടിനിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ചാപ്റ്റർ 7 അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയെ കുറിച്ചിട്ടും അതുപോലെ ജാലിയൻ വാല ബാഗിനെ കുറിച്ചിട്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, ജാലിയൻ വാല ബാഗിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നതും അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസും വളരെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ, ഹൊറർ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഒരു വ്യക്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ ആബ്സെൻസ് ഓഫ് സെൽഫ് പിറ്റി, അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്സസ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും സെൽഫ് പിറ്റി ചെയ്യുന്ന ഒരാളല്ല. ഞാനിങ്ങനെയാണ്, അങ്ങനെ ഒരു സെൽഫ് പിറ്റി അദ്ദേഹം ഒരിക്കലും അവിടെ ചെയ്യുന്നില്ല. അതേസമയം മറ്റുള്ളവരെ ബ്ലെയിമും ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോസ് സ്റ്റൈലിലാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. ക്ലാരിറ്റി, സിംപ്ലിസിറ്റി, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഇതാണ് അതിലത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ഐ റിമെമ്പർ, ഐ തിങ്ക്. അത് ഇൻറ്റിമസിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ നോട്ടും കൂടി ഒന്ന് വായിച്ച് നോക്കും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് 5 പോകാം. യൂണിറ്റ് 5 നമുക്ക് പഠിക്കാനുള്ളത് നിരാദ് സി ചൗധരിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിരാദിനെ കുറിച്ച് പറയുമ്പോൾ ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഓഫ് എ നോൺ ഫിക്ഷണൽ പ്രോസ് ഇൻ മോഡേൺ ഇന്ത്യ. അതുപോലെ ഇൻ്റലക്ച്വൽ ഡെപ്ത് ആൻഡ് സ്കോളർഷിപ്പാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹിസ് റൈറ്റിങ്സ് ഈസ് മാർക്ഡ് ബൈ എ പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേരിയസ് സബ്ജക്ട്സ്, ഹിസ്റ്ററി, ഫിലോസഫി, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ലിറ്റററി സ്റ്റൈൽ
elegant, conveying complex ideas and emotions with clarity, sense of observation which brings life to his subjects. Deep understanding of Indian culture, both strength and weaknesses. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു വലിയൊരു സ്കോളർഷിപ്പ് സ്കോളറാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം വേരിയസ് സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള റൈറ്റിങ്സ് ആണ് അദ്ദേഹത്തിൻ്റേത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. Widely read and studied both in India and abroad. The autobiography of an unknown Indian and Thy Hand Great Anarch. Scholarship criticized for his personal experiences and opinions. He marked a sense of nostalgia for the British colonial era. He criticized India's caste system, social hierarchy and lack of intellectual curiosity. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കൂടുതലായിട്ടും ബ്രിട്ടീഷേഴ്സിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അവരുടെ ആ ഒരു രീതികളെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് വേറെ ഒന്നിനും തന്നെയല്ല, അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ അന്ന് നടന്നിരുന്ന സൂപ്പർസ്റ്റിഷൻസും അതിനൊക്കെ അദ്ദേഹം എതിർത്തിരുന്ന സമയത്ത് ഇതൊന്നും തന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലില്ല. പിന്നെ അത് മാത്രമല്ല, അവരിവിടെ വന്നു കഴിഞ്ഞ് റൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ഇന്ത്യയെ നെഗറ്റീവായിട്ടും ബ്രിട്ടീഷേഴ്സിനെ പോസിറ്റീവായിട്ടും ഇടയിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പലർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്കോളേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്, പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതും മറ്റുള്ള സ്കോളേഴ്സിന് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് നെഹ്റു ആൻഡ് ചൗധരി. അവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻ ടോൺ, സ്റ്റൈൽ ആൻഡ് പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാരഗ്രാഫായിട്ടാണ് ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. അത് മൈൻഡിൽ വെക്കുക. ഈ പോയിന്റ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെഹ്റുവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ റൈറ്റിങ്സ് ഇങ്ങനെയാണ്. വാം, ഇൻട്രോസ്പെക്റ്റീവ്, ഓപ്റ്റിമിസ്റ്റിക് ടോണാണ്. അതുപോലെ സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. പബ്ലിക് ലൈഫ് ആൻഡ് റോൾ ഇൻ ഇന്ത്യസ് സ്ട്രഗിൾ ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നെഹ്റു കൂടുതലായിട്ടും പബ്ലിക് ലൈഫിനും അതുപോലെ തന്നെ ഇന്ത്യസ് സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് ഇതിനൊക്കെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതേസമയം ചൗധരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർ കോംപ്ലക്സ് ആൻഡ് ന്യൂആൻസ്ഡ് ടോണാണ്. റിഫ്ലക്റ്റീവ്, ഇൻ്റലക്ച്വൽ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് രീതിയാണ്. പേഴ്സണൽ ലൈഫും എക്സ്പീരിയൻസസുമാണ് അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നിരുന്നത്. കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യൻ ഐഡൻറ്റിറ്റി, ഓൾറെഡി ഞാൻ പറഞ്ഞു, സൂപ്പർസ്റ്റിഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോടൊന്നും യോജിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതൊക്കെ അദ്ദേഹം നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ആകെ ഒരു ചാപ്റ്ററിലോട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്ക് 1 പഠിക്കാനുള്ളത് 6th യൂണിറ്റാണ്. വിക്രം സേത്ത്. Seth's work, simple or lacking depth. This criticism he faces because of the regular matter which he uses gives the impression of one-dimensional surface. On the other hand, his prose style emphasizes his ability to create memorable and multi-dimensional characters. സേത്തിനെ പലപ്പോഴും പല സ്കോളേഴ്സും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സിമ്പിൾ വർക്ക് അല്ലെങ്കിൽ ലാക്കിംഗ് ഡെപ്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെഗുലർ മെറ്റർ ഹി ഓൾവേസ് യൂസസ്. അതുകൊണ്ട് തന്നെ വൺ ഡയമെൻഷണൽ സർഫേസിലേക്കാണ് അത് വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോസും റൈറ്റിങ്സൊക്കെ. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രോസ് മാത്രം എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വർക്കിൽ നിന്നും അപ്പാർട്ട് ഫ്രം ബാക്കിയുള്ള വർക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രോസ് മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രീതി ഇതിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒത്തിരിയധികം ക്രിയേറ്റീവ് മെമ്മറബിൾ മൾട്ടി ഡയമെൻഷണൽ ക്യാരക്ടേഴ്സ് ഇതിൽ കാണാനായിട്ട് സാധിക്കും.
Sir's words are straightforward, especially the novels show a deliberate craft, layered plots, shifting perspective and a deep engagement with cultural and historical forces. ഇനി അദ്ദേഹത്തിൻ്റെ നോവൽസ് എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളേഴ്സിൽ ഒരു വിഭാഗം ആൾക്കാരാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ സിമ്പിളാണ്, അതുപോലെ ലാക്കിംഗ് ഡെപ്ത് എന്നൊക്കെ. അതേസമയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ സെർസിൻ്റെ വർക്ക് പഠിക്കുകയാണെങ്കിൽ മറ്റു പലർക്കും തോന്നുന്ന രീതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രോസിൽ വന്നിട്ടുള്ള ആ സ്റ്റൈലിലുള്ള മാറ്റം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവൽസ് എടുക്കുകയാണെങ്കിൽ ആ നോവൽസിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രീതികൾ, എസ്പെഷ്യലി ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒക്കെ വെച്ചുകൊണ്ടാണ്, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളം പഠിക്കുന്നുണ്ട് സൊസൈറ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ട്, അങ്ങനെ എല്ലാ ആസ്പെക്റ്റുകളിലും കുറിച്ചിട്ട് അദ്ദേഹം എഴുതാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. Sir's travelogue from Heaven Lake almost cinematic way because of his scenery information. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു പോയിന്റ് മാർക്ക് ചെയ്തോ. സേസ് ട്രാവലോഗ് ഫ്രം ഹെവൻ ലേക്ക് ഓൾമോസ്റ്റ്, ഇത് ഹെവൻ ലേക്ക് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് രീതിയിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ്, അതുപോലെ ഫോട്ടോഗ്രാഫീസൊക്കെ ഒത്തിരി ധാരാളം ഇതിലേക്ക് കൊണ്ടുവരാറുണ്ട് അദ്ദേഹം. സെൻസറി ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഫോട്ടോഗ്രാഫീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം സീനറീസൊക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. He doesn't just tell you the color of the mountain, he paints it with light, texture and atmosphere. കണ്ടോ, അദ്ദേഹം ജസ്റ്റ് വേർഡ്സിൽ മാത്രം ഇതിനെ ഒന്ന് വിപുലീകരിച്ച് അത്രയും ക്രിയേറ്റീവായിട്ട് പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൽ കൂടെ അദ്ദേഹം ഒന്നും കൂടി റീഡേഴ്സിന് വ്യക്തമാക്കി കൊടുക്കുകയാണ് അതിൻ്റെ പിക്ചർ. He includes extracts from his journals and photographs that he took during the journey, and those images help readers to visualize areas that they might not be familiar with. ഇവിടെ എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവരുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ അദ്ദേഹം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അദ്ദേഹം യാത്രകൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തെ ഒറിജിനൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മുഖേന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് അദ്ദേഹം ഈ ഒരു വർക്കിൽ കൂടെ റീഡേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Human dimension is a true engine of the narrative. The old man who sells a cap in the second chapter brings out generosity, his willingness to reduce the price. Seth's emphasis on people become even clearer when he introduces his traveling companions. Okay, ഇവിടെ അദ്ദേഹം കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകുന്നത് വ്യക്തികൾക്കാണ് എന്ന് പറയും, ഹ്യൂമൻ ബീയിങ്സിനാണ് നേച്ചറിനെയും കാട്ടിലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ധാരാളം മേഖലകളിൽ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഒരു ഓൾഡ് മാൻ്റെ ഒരു സ്റ്റോറി ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നരേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ആ ഓൾഡ് മാനെ കുറിച്ച് ഒത്തിരി ഒന്നും പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ്നെസ് അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, ഒരു മനുഷ്യത്വമുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറോസിറ്റി, വില്ലിങ്നെസ് ടു റെഡ്യൂസ് ദ പൈസ കുറയ്ക്കാനായിട്ട് തയ്യാറാകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതും അവരുമായിട്ട് നടക്കുമ്പോഴും ചെറിയ ചെറിയ തമാശകൾ പറയുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോട്ട്സിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, നമുക്കതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. ഇവിടെ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പഠിച്ചു പോണത്. ഓക്കെ, നൗ ഡാൻസിൻജിയ കംബോഡിയ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ലാസ്റ്റ് പറയുന്ന പോയിന്റ്, അറ്റ് ലാർജ് ഇൻ ബർമ ഈസ് എ ഫിക്ഷൻ റാദർ ദാൻ എ ഫാക്ച്വൽ ട്രാവലോഗ് ഇൻവൈറ്റ്സ് എ കെയർഫുൾ റീഡിംഗ് ഓഫ് ദ വേ ഘോഷ് ഫ്രെയിംസ് ഹിസ് മെറ്റീരിയൽ. The work certainly reads like a travel narrative. It is built around the author's actual visits to Cambodia in 1993. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1993 അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട് കംബോഡിയ എന്ന് പറഞ്ഞ സ്ഥലം. അതിനെ കുറിച്ചിട്ടുള്ള അവിടുത്തെ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഒറിജിനലി നടന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൂടെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.